ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാനായി മറിയ ചിന്തിച്ച് കാണും, യോസഫിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ജനം മുഴുവൻ എതിരായാൽ, ബന്ധുക്കൾ എതിരായാൽ, ഇനി കുഞ്ഞിനെ എങ്ങനെ വളർത്തി വലുതാക്കും? ഉദരഫലം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്ന തലമുറയെ കുറിച്ച് ടെൻഷൻ വേണ്ട. ദൈവം തന്നതാണ് തലമുറയെങ്കിൽ, ലുലുമാളി എടുത്തതാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചോ, അതിന്റെ വാറന്റിയും ഗ്യാരണ്ടിയും ഓർത്ത് ടെൻഷൻ അടിച്ചോ. പക്ഷെ ദൈവം തന്നതാണെങ്കിൽ, ആരും സഹായിക്കാനില്ലാത്തപ്പോ മറിയക്ക് ടെൻഷൻ ഇല്ല. കാര്യം ദൈവം തന്നതാ, ദൈവം തന്നതാ. നമ്മൾ ഈ പലപ്പോഴും പിശാച് നിറയ്ക്കുന്ന ചിന്ത, ഇവരുടെ കാര്യം, മക്കളുടെ കാര്യം എങ്ങനെയാ, അവരുടെ കാര്യം എങ്ങനെയാ, അവരുടെ ഫീസ് എങ്ങനെയാ, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാ, അവരുടെ ഭാവി എങ്ങനെയാ. ആ മറിയയുടെ യാത്ര നോക്കിക്കേ. നസ്രയത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പൂർണ്ണ ഗർഭിണിയായ മറിയുമായി യോസഫ് യാത്ര തിരിച്ചു. യാത്രകൾ ഒഴിവാക്കേണ്ട സമയത്ത് നല്ലൊരു ദീർഘദൂരമായ യാത്ര. നേരത്തെ ബുക്ക് ചെയ്ത് പോകാൻ ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പോകുന്ന സ്ഥലത്ത് പൂർണ്ണ ഗർഭിണിയായ മറിയയ്ക്ക് വിശ്രമിക്കാൻ സ്ഥലമില്ല. പ്രസവം എടുത്തു, പലയിടത്ത് തിരക്കി കാണും. ബൈബിളിൽ പറയുന്നൊരു വാക്ക്, സ്ഥലമില്ലാതെ വന്നതിനാൽ. കുഞ്ഞിനെ കിടത്താൻ ഒരു സ്ഥലം പോലും കിട്ടാതെ വന്നപ്പോ, ഇവിടെ കിടത്താൻ സ്ഥലം പോലും ഇല്ല. മറിയ എന്തിട്ട് കളയോ, എന്റെ കുഞ്ഞ് ദൈവ ശബ്ദപ്രകാരം കിട്ടിയ ഈ കുഞ്ഞിനെ കിടത്താൻ പോലും ഒരു സ്ഥലമില്ലല്ലോ. നല്ലൊരു പാട്ട് പാടാൻ പോലും ആൾക്കാരില്ല. നമ്മളിപ്പോ ഈ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ കുഞ്ഞ് ജനിച്ചതിന്റെ ഒരു പാട്ട് പാടാൻ ആൾക്കാരില്ല. കുഞ്ഞ് ജനിച്ച ഉടനെ പ്രസവമുറിക്ക് പുറത്ത് എത്രയോ ആൾക്കാരെ, ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരിക്കും. കൈയടിക്കാനും കൺഗ്രാജുലേഷൻ പറയാനും ഒക്കെ ആൾക്കാരുണ്ട്. സമ്മാനങ്ങൾ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സമ്മാനങ്ങളുടെ പെരുമഴയായിരിക്കും. ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ വരും, അതിന് മുമ്പേ വരും. മറിയയെ സംബന്ധിച്ച് കടന്നു പോകുന്ന ടെൻഷൻ, കടന്നു പോകുന്ന കഷ്ടത, ആ കുഞ്ഞായിരുന്ന യേശുവിനെ സംബന്ധിച്ച് കൂടെ ഓടി വരാൻ ബന്ധുക്കളില്ലാത്ത സമയത്ത്, ഒരു പരിചയവുമില്ലാത്ത ആട്ടിടയന്മാരുടെ ഇടയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ആട്ടിടയന്മാരോട് പറയാം, നിങ്ങളുടെ ഡ്യൂട്ടി ഇവിടെ നിർത്തിയിട്ട് കുറച്ചു മണിക്കൂർ ഒരു ഷിഫ്റ്റ് വർക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാ, നേരെ യാത്ര ചെയ്തോ മറിയുടെയും യോസഫിന്റെ അടുക്കലേക്ക് പോകുക. സമ്മാനങ്ങളില്ലാതെ വിഷമിച്ച മറിയ, സമ്മാനങ്ങളില്ലാതെ കൈകാലുകൾ ഇട്ടടിച്ചു കിടന്നത് യേശു കുഞ്ഞിന് വരുന്നത് രാജകീയമായ സമ്മാനങ്ങളുമായി. നാളുകളായി കാത്തിരുന്ന വിദ്വാൻമാർ പൊന്ന്, മൂര്, കുന്തിരിക്കവുമായി അതുവരെ സാധാരണ രീതിയിൽ ജനിച്ച കുഞ്ഞിന് കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി മാനുഷികമായി നമ്മൾ ഒരുക്കുന്നതിനേക്കാൾ ദൈവികമായി ചിലത് വരാൻ പോകുകയാണ്.